എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് അനാമികയാണ്. അനാമിക ആകെ ദേഷ്യത്തിൽ നിൽക്കുക. അന്നേരം അനാമികയുടെ കാമുകനുണ്ടല്ലോ, അവൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത്, ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുമ്പം, ആരെയാണോ കാണരുത് എന്ന് ആഗ്രഹിച്ചത് അവനെ ഇന്ന് കണ്ടു, അതിൻ്റെ ദേഷ്യമാണ് എന്ന് പറയും. ഓ അനിയാണോ, എന്തായി നിങ്ങളുടെ ഡിവോഴ്സ് കാര്യം എന്ന് ചോദിക്കുമ്പം, അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റുമോടാ, എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ കിട്ടണ്ടേ, അല്ലാതെ ഡിവോഴ്സ് ചെയ്താൽ ശരിയാകിയല്ല എന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട്, അവർക്ക് ഒരുപാട് ആസ്തി ഉള്ളതല്ലേ, കോടികളിലെ ആസ്തിയുണ്ട്, അതിൽ നിന്ന് ഒരു 20 കോടി നിനക്ക് കിട്ടുവാണെങ്കിൽ നിനക്ക് നല്ലതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം അനാമിക ചോദിക്കുന്നുണ്ട്, അങ്ങനെ എനിക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ല എങ്കിൽ നീ എന്നെ കൂടെ കൂട്ടില്ലേ എന്ന്. അന്നേരം അവൻ പറയുന്നുണ്ട്, പിന്നെ ഞാൻ നിൻ്റെ കോമ്പൻസേഷൻ നോക്കിയിരിക്കുകയാണ്, അങ്ങനെയൊന്നുമല്ല, ഒന്നുമില്ലെങ്കിലും നിന്നെ ഞാൻ ചേർത്ത് പിടിക്കും, പിന്നെ അങ്ങനെ എന്തെങ്കിലും പൈസ കിട്ടുവാണെങ്കിൽ നിൻ്റെ അച്ഛന് കുറേ കടങ്ങളൊക്കെ ഇല്ലേ, അത് വീട്ടാലോ, പിന്നെ മിച്ചമുണ്ടെങ്കിൽ അത് നിൻ്റെ അക്കൗണ്ടിലിട്ടാൽ നിനക്കെന്തെങ്കിലും അത് പ്രയോജനപ്പെടുമെന്നാണ് അനാമികയോട് പറയുന്നത്. എന്നിട്ട് ഇവൻ മനസ്സിലോർക്കുവാണ്, അങ്ങനെ പൈസ കിട്ടുവാണെങ്കിൽ അതിൽ നിന്നൊരു 19 ലക്ഷം രൂപ എടുത്ത് ഇവന് UK പോകാമായിരുന്നു എന്ന്. ഏതായാലും അവൻ്റെ ഇത്രയും സ്നേഹത്തോടെയുള്ള സംസാരം കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെ കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിലേക്ക് പൈസ ഇടാം, എൻ്റെ പൈസ നിൻ്റെ പൈസ എന്നുള്ള വേർതിരിവൊന്നും എനിക്കില്ല, ഇനിയിപ്പം എൻ്റെ ആകെ പ്രതീക്ഷ നീയാണ്, നീയുടെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറയുമ്പം അവൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഞാൻ നിന്നെ കൈവിടില്ല എന്ന്. ഭയങ്കര സന്തോഷത്തോടെ അനാമിക അവനെ കെട്ടിപ്പിടിക്കുന്നു. അന്നേരം അവൻ മനസ്സിലോർക്കുന്നത്, ഇവളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ച് UK പോയി കഴിഞ്ഞാൽ ഇവളെ ഒഴിവാക്കണമെന്ന് തന്നെയാണ്. ഇതുപോലെ ഒരു ഭ്രാന്തിയുടെ കൂടെ ഞാൻ എങ്ങനെയാണ് ജീവിതകാലം മൊത്തം ജീവിക്കുന്നത് എന്നാണ് അവൻ്റെ മനസ്സിൽ. ഇതേതായാലും അനാമികയ്ക്ക് അറിയില്ല. പിന്നീട് ആദർശിനെ കാണിക്കുന്നുണ്ട്. ആദർശ് മുത്തച്ഛനെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റിൽ ചെയ്തിട്ടുണ്ട്, ഇനി വലിയ പ്രശ്നങ്ങളില്ല, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോരുവാണ് എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, ഏതായാലും നീ ഇങ്ങോട്ട് പോരെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ഡീൽ ചെയ്തോളാം, പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി കുറച്ച് കാലത്തേക്ക് നയനമോളുടെ അടുത്തുനിന്ന് നീ മാറി നിൽക്കരുത്, അത് മോൾക്ക് ഭയങ്കര വിഷമമാകും, പ്രസവം വരെ നയനയുടെ കൂടെ തന്നെ നീ കാണണം എന്നൊക്കെ പറയുമ്പം അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇപ്പം തന്നെ പുറപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തോടെ ഇവിടെ നിന്നേനെ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഇത്തരം പറഞ്ഞിട്ട് അവർ ഫോം വയ്ക്കുന്നു. അന്തേക്കും നയനെ അങ്ങോട്ട് വരും മുത്തശ്ശൻ്റെ അടുത്തോട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഭക്ഷണം എടുത്തു വെച്ചു മുത്തശ്ശൻ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മോള് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം നയനെ പറയുന്നുണ്ട്, ആദർശേട്ടൻ അങ്ങ് ജയിലിലായതുകൊണ്ട് ഞാൻ ആകെ വിഷമത്തിലിരിക്കുവാണ് എന്നാണ് ഇവിടെയുള്ള കുറച്ച് പേരുടെ വിചാരം, അന്നേരം ഞാൻ അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് സംശയം തോന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നേരെ, എങ്കിൽ മോള് പിന്നെ കഴിച്ചാൽ മതി, ഏതായാലും അവരൊരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലോ, ആ സന്തോഷം കുറച്ചുകൂടി അങ്ങ് ഇരട്ടിച്ചോട്ടെ, അതാ നല്ലത്, പ്രത്യേകിച്ച് മോളുടെ ചേച്ചിയുടെ ഒക്കെ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, ചേച്ചിയോട് സത്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ചേച്ചീനെ നമുക്ക് കുറ്റപ്പെടുത്താനും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ അത് സമ്മതിക്കുന്നു. പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും മോളുടെ ജീവിതം നന്നായാൽ മതി, ഞാനും വസുന്ധരയും ജീവിക്കുന്ന പോലെ നിങ്ങളും ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും. എന്നിട്ട് മുത്തശ്ശൻ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങ് പോവാണ്. അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മുത്തശ്ശൻ, കൂടെ നവ്യയും അഭിയും ഉണ്ട്, അതുപോലെ ജാനകിയുണ്ട്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളമ്പി കൊടുക്കുന്നതും ഭക്ഷണം പോയി രണ്ടാമത് എടുത്തുകൊണ്ട് വരുന്നതും ഒക്കെ ജലജയാണ്. എന്നിട്ട് ഇത് കാണുന്ന നവ്യ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, എല്ലാവരുടെയും കൂടെ ജോലി അമ്മ എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം എനിക്കതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ജലജ പറയുന്നുണ്ട്. അന്നേരം ജാനകി ചോദിക്കും, അവൾ അങ്ങനെ ജോലി എടുക്കുന്ന കണ്ടിട്ട് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് സഹായിക്കാൻ മേലായിരുന്നോ എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അല്ല അമ്മ ഈ ഇടയായിട്ട് കുറച്ച് ആത്മാർത്ഥത കൂടുതൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൾ ആത്മാർത്ഥത കാണിക്കും, അത് കാണിക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് ഇവൾക്കറിയാം, അങ്ങനെ കുറച്ച് നാൾ ജീവിച്ചിട്ടെങ്കിലും ഇതിൻ്റെയൊക്കെ സ്വഭാവം നന്നാവുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയുവാണ്, അങ്ങനെ ഇവരുടെ സ്വഭാവം മാത്രം നന്നായാൽ മതിയോ, മുത്തശ്ശൻ്റെ മൂത്ത കൊച്ചുമോൻ്റെ സ്വഭാവം നന്നാവണ്ടേ, അയാൾ എന്താ പുണ്യാളനാണോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ജലജ പെട്ടെന്ന്, ഇതെന്തിനാ നവ്യ ഭക്ഷണം കഴിയുമ്പോൾ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ ആവശ്യമില്ലാത്തത് സംസാരിച്ചിട്ടില്ല, മുത്തശ്ശൻ പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞതേ ഉള്ളൂ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൾ പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല, പക്ഷേ ഇവനും ഇവളും പറയുകയില്ല, അതെന്താ കാരണം നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുവാണ്. അന്തേക്കും രണ്ടെണ്ണം അങ്ങ് പരുങ്ങുവേ. നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അബിയുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ. അബി ഒന്നും മിണ്ടുന്നില്ലല്ലോ. അന്തേക്കും ജലജ പറയുന്നുണ്ട്, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, എനിക്കൊരു കുഴപ്പമില്ല, ഇവിടെ അടുക്കളയിൽ ഇപ്പോൾ ഒരു വേലക്കാരിയാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭക്ഷണം വെച്ച് തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ, അതിന് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലജ അതിനെ അങ്ങ് നിസ്സാരവൽക്കരിക്കുവാണ്. അല്ലെങ്കിൽ നവ്യത്ത് കയറി തൂങ്ങുമെന്നറിയാം, അതുകൊണ്ടായിരിക്കും. ഏതായാലും ഇത്രയും കേട്ട് കഴിയുമ്പം ജാനകി പറയുന്നുണ്ട്, ഇനിയിപ്പം
നീ അടുക്കളയിൽ കിടന്ന് തന്നെ കഷ്ടപ്പെടുമൊന്നും വേണ്ട, ഞാനിവിടെ സഹായിക്കാമെന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവള് തന്നെ അടുക്കള ജോലിയെല്ലാം ചെയ്യണമെന്നല്ലേ ദേവയാനി പറഞ്ഞത്, ആ സ്ഥിതിക്ക് നീ നന്നാക്കാനൊന്നും സഹായിക്കാനൊന്നും പോകണ്ട, അവൾ തന്നെ ചെയ്തോളും എന്ന്. അന്നേരം ജലജ മനസ്സിൽ വിചാരിക്കുവാണ്, ആ ദേവയാനി അവൾ ഒറ്റ ഒരുത്തിയാണ് എന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കിയത്. ഇതിപ്പം എനിക്ക് മിണ്ടാൻ മേലാത്ത അവസ്ഥയായിപ്പോയി, പന്ത് അവളുടെ കോർട്ടിലായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന ഫുഡ് കഴിച്ചിട്ടില്ല, റൂമിൽ കയറി ഇരിപ്പുണ്ട്. അന്നേരത്തേക്കും അങ്ങോട്ടേക്ക് ദേവേന് ഫുഡൊക്കെ ആയിട്ട് വരും. എന്നിട്ട് വാതിലടച്ചിട്ട് നയനയോട് പറയുന്നുണ്ട്, എല്ലാവരും വിചാരിച്ചേക്കുന്നത് മോള് ഭയങ്കര വിഷമത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുവാണെന്നാണ്, അതുകൊണ്ട് റൂമിൽ കൊണ്ട് തരുമ്പം ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുവാണ് എന്ന് അവർ കരുതിക്കോളും, പ്രശ്നമൊന്നും ഉണ്ടാകിയില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ദേവേന് പറയുന്നുണ്ട്, ആദർശ് ജയിലിലായിരുന്ന സമയത്ത് ഒരുപാട് സങ്കടമായിരുന്നു, വിഷമമായിരുന്നു, ജീവിതം മൊത്തം ഇരുട്ടിലാകുന്ന പോലെ തോന്നി, ഒരുപാട് കഷ്ടപ്പെട്ടു ആ സമയം ഒന്ന് കടന്നു പോകാൻ എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട്, എൻ്റെയും അവസ്ഥ അതൊക്കെ തന്നെയാണ് എന്ന്. ഏതായാലും ആദർശ് വന്നതിന് ശേഷം ആരും അറിയാതെ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ കാണണം, എല്ലാവരുടെയും മനോഭാവം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ആദർശ് ഇന്ന് രാത്രി അവിടുന്ന് കയറും, നേരം വെളുക്കാറാകുമ്പോൾ 3 മണിക്ക് ആകാറാകുമ്പോഴത്തേക്കും വീട്ടിലോട്ട് വരും. ആ സമയത്ത് എല്ലാവരും ഉറങ്ങുമായതുകൊണ്ട് ആരും അറിയില്ല എന്നൊക്കെ ഇവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നവ്യയുടെ സ്വഭാവ രീതിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ ദേഷ്യം വരുമ്പോൾ ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത്, ചേച്ചിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അന്നേരം ആകെ പ്രശ്നമാകും, സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദേവേനെ പറയുന്നുണ്ട്, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്തെ ജലജയുടെയും അബിയുടെയും അഹങ്കാരം കാണുമ്പോൾ എല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞാലോ എന്ന് ഞാൻ ഓർക്കും, എൻ്റെ നാവിൻ്റെ തുമ്പ് വരെ ചിലപ്പം വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് നവീനെ കാണിക്കുന്നുണ്ട്. നവീൻ ആകെ ടെൻഷനിലായിരുന്നു, എങ്ങനെ ഇനി നന്ദുവിനെ വിളിക്കും എന്ന് കരുതി. അന്നേരം നന്ദു ഇങ്ങോട്ട് വിളിക്കുന്നു, ഭയങ്കര സന്തോഷത്തോടെ ഫോൺ എടുക്കുന്നു. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, ഇതെന്താ നവീനേട്ടൻ കുറച്ച് ദിവസമായിട്ട് വിളിക്കാത്തത്, ഭയങ്കര തിരക്കായി പോയോ, അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പം, എപ്പോഴും അങ്ങനെ വിളിച്ചാൽ ശരിയാകിയല്ലോ അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, അതെന്താ അങ്ങനെ വിളിച്ചാൽ ശരിയാകാത്തത്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്നെ അനിയും നവീനേട്ടനുമാണ് ഇടയ്ക്കൊക്കെ വിളിക്കാറുള്ളത്, ഇങ്ങനെ റൂമിലിരിക്കുമ്പം ആരെങ്കിലുമൊക്കെ വിളിക്കുവാണെങ്കിൽ അതൊരു നേരം പോക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് എന്നൊക്കെ പറയുമ്പം, ഞാൻ എന്നാൽ അങ്ങോട്ട് വരാം കേട്ടോ, ഫോൺ വെച്ചേരെന്ന് പറയുമ്പോൾ, അയ്യോ വരാൻ വേണ്ടിയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം നവീൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും അവിടെ വരെ വന്നം എന്ന് കരുതി ഇരിക്കുമായിരുന്നു ഞാൻ, അപ്പോഴാണ് നന്ദു എന്നെ വിളിച്ചത്, ഞാൻ ഇടയ്ക്ക് ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുവാണ്. ഫോൺ വെച്ച് കഴിയുമ്പോൾ നവീൻ ഓർക്കുവാണ്, നന്ദുവിന് അനി വിവാഹത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പം അന്നേരം എതിർപ്പ് ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ ആലോചിച്ച് കഴിഞ്ഞപ്പം ശരിയാകിയേല, നല്ല ബന്ധമാണ് എന്നൊക്കെ തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത് എന്നൊക്കെയാണ് നവീൻ ചിന്തിച്ചു കൂട്ടുന്നത്. പിന്നെ കാണിക്കുന്നത് നയനയും ദേവേനെയാണ്. രണ്ടുപേരുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് പോയി ഇരിപ്പുണ്ട്, ആദർശിനെയും കാത്ത്. ആദർശം 3 മണിയാകുമ്പോഴത്തേക്കും വരുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴും അവർ വീട്ടിലെ ഓരോ പ്രശ്നങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നത്, നവ്യയുടെ സ്വഭാവ രീതിയെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് എന്ന് അറിയില്ല എന്ന് ദേവേനെ പറയുമ്പം നയന പറയുന്നുണ്ട്, ഇടയ്ക്ക് ചേച്ചി ഒന്ന് മാറിയതായിരുന്നു, വീണ്ടും അവർ പറയുന്നത് കേൾക്കുന്ന അവസ്ഥയിലേക്ക് ചേച്ചി എത്തി എന്നൊക്കെ പറഞ്ഞ് അവർ വിഷമമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് വരുന്നത്. ഒരുപാട് സന്തോഷത്തോടെ രണ്ടുപേരുടെ അടുത്തോട്ട് ചെല്ലുന്നു, കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പരസ്പരം. ഏതായാലും 2 ദിവസത്തോടെ ആരും കാണാതെ ആ വീട്ടിൽ കഴിയാൻ തീരുമാനിച്ച കാര്യമൊക്കെ ആദർശ് പറയുന്നുണ്ട്. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, ഈ സമയം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു, എല്ലാവരും ഉറങ്ങുക, ആരും ഇനിയിപ്പം നീ വന്ന കാര്യം അറിയില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ ഉറങ്ങിക്കാണും, എനിക്ക് മുത്തശ്ശനെ ഒന്ന് കാണണമായിരുന്നു എന്ന്. അന്നേരം നീ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഉറങ്ങിക്കാണുകയില്ലായിരിക്കും, അമ്മയും കൂടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് ദേവേനെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഏതായാലും എൻ്റെ ബാഗൊക്കെ നീ റൂമിലൊക്കെ ഒന്ന് കൊണ്ട് വെച്ചേരെ, എനിക്ക് മുത്തശ്ശനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോവാണ്. അതിനിടയ്ക്ക് ദേവേനെ പറയുന്നുണ്ട്, നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നേരാവണ്ണം ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു മോള് എന്ന് പറയുമ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മയ്ക്കോ എന്ന്. അന്നേരം ദേവേനെ പറയും, എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്, പക്ഷേ എന്നെപ്പോലെ അല്ലല്ലോ മോളുടെ വയറ്റിലൊരു കുഞ്ഞില്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നയനെ കെട്ടിപ്പിടിച്ചൊരു ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് നയനെ റൂമിലേക്ക് പറഞ്ഞു വിട്ട് ആദർശ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.